നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അശ്വതിച്ച് കോർട്ടിൽ ഹാജരാക്കിയ അത് പ്രശ്നമാവില്ലേ? അതെ, ഞാനത് തുടക്കത്തിൽ സൂചിപ്പിച്ചതാ. അത് ഐശ്വര്യക്ക് കേസ് കൂടുതൽ അനുകൂലമാക്കും. അതുമാത്രമല്ല, മറ്റൊരു വിവാഹം, അതിലൊരു കുഞ്ഞ്, അത് മറച്ചു വെച്ച് ഐശ്വര്യയെ വിവാഹം കഴിച്ചു എന്നുള്ള ചീറ്റി കേസിൽ അരുണ് റിമാൻഡിലാകും. സർ, ഇനി എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഐശ്വര്യ സ്വാധീനിക്കുക. വല്ല ക്യാഷ് കൊടുത്തോ, സെന്റിമെന്റ്സ് കാണിച്ചോ, എങ്ങനെയായാലും ശരി, മൊഴി മാറ്റി പറയാൻ ഐശ്വര്യയെ പ്രേരിപ്പിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ. അതിനുവേണ്ടി ശ്രമിക്കണം. അല്ലാതെ അരുണിനെ രക്ഷപ്പെടുത്താൻ വേറെ ഒരു മാർഗമില്ല. ഇതാര്? വസന്തരാമൻ ശ്യാമയോ? വാ, ഇരിക്ക്. എന്ത് വിശേഷം? അല്ല, കോടതിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കോടതിക്കാര്യം കോടതിയില്, ഇത് വീട്, ഇവിടെ വീട്ടിലെ കാര്യം, അത് മതി. ആ, അത് മതിയായിരുന്നു. പക്ഷെ വീട്ടിൽ വെച്ച് പറഞ്ഞ വാക്ക് കോടതി ചെന്നപ്പോ തെറ്റിച്ചില്ലേ? ഇത്തരം കാര്യങ്ങള് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. മാത്രമല്ല, കോടതിയിൽ കേസ് നടക്കല്ലേ. അപ്പോ പുറത്തിത്തരം സംസാരങ്ങളൊന്നും പാടില്ലെന്നാണ് എന്റെ വക്കീല് പറഞ്ഞിട്ടുള്ളത്. 251 പവൻ സ്വർണവും കോടിക്കണക്കിന് രൂപയും ഇവിടെ ആരാ തട്ടിയെടുത്തത്? ഈ ഐഡിയ വക്കീല് പറഞ്ഞതെന്നാണോ? വിവാഹം കഴിഞ്ഞ് കൊണ്ടുവന്ന ആഭരണങ്ങളില് മുക്കാഭാഗവും മുക്കുവണ്ടങ്ങളായിരുന്നു. നാണക്കേട് ഓർത്താ ആരൊന്നും പുറത്തു പറയാതിരുന്നത്. ഇവിടെ ഫാക്ടറിയുടെ ആവശ്യത്തിന് അരുൺ എന്നാ നിന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് കോടികൾ ആവശ്യപ്പെട്ടത്? പറയ്, കേക്കട്ടെ. ഞാൻ പറയില്ല. കോടതി കാര്യം കോടതിയില്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എന്ന് പറഞ്ഞാ നിനക്ക് ഇതിനൊന്നും മറുപടി പറയാനില്ല അല്ലേ? നിങ്ങൾ രണ്ടാളും എന്നിങ്ങനെ ക്രോസ് ചെയ്യാതെ കോടതിയിൽ ഫൈറ്റ് ചെയ്യ്, എന്നിട്ട് വിജയിച്ച് കാണിക്ക്. കോടതിയില് ഞാൻ പറയുന്നതാണ് ശരി. എനിക്കാണ് വിജയം. അത് പേടിച്ച ഇപ്പൊ രണ്ടാളും എന്റെ അടുത്ത് വന്നിരിക്കുന്നേ, എന്റെ ദയക്ക് വേണ്ടി. ഇന്ന് കോടതി കണ്ടതേ വെറും സാമ്പിളാ. ഇനി ഐശ്വര്യ ആരാണെന്ന് അരുണും ഇവിടെ എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അശ്വതി, അരുണിന്റെ അഭി. അവളെ കോടതിയിൽ ഞാൻ നിർത്തിപ്പൊരിക്കും. ഐശ്വര്യ പറയുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.